അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും എത്രത്തോളം അവനവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന, ഭാര്യയ്ക്ക് വേണ്ടി ചിലവിടുന്ന സമയങ്ങൾ പോലും അവന് സ്വതക്കയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് മനോഹരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഇദാ അൻഫഖ റജുലു അലാ അഹ്ലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഉപാധിയായി രാപ്പകലില്ലാതെ അധ്വാനത്തിലായി, പ്രഭാതം മുതൽ പ്രദോഷം വരെ അവനെ കഠിനാധ്വാനത്തിലായി, കുടുംബത്തെ ഒന്നിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവൻ പെടാപ്പാട് പെട്ടങ്ങനെ ജീവിക്കുമ്പോൾ, തിളച്ചു പൊങ്ങുന്ന സൂര്യതാപത്തിന്റെ ഇടയിലും വിയർപ്പൊലിച്ചുകൊണ്ട് അവനങ്ങനെ കഷ്ടപ്പാടുകൾ അങ്ങനെ സഹിച്ചുകൊണ്ട് അവനങ്ങനെ കുടുംബത്തിന്റെ അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള പെടാപ്പാട് പെടുമ്പോഴും, ഇദാ അൻഫഖ റജുലു അലാ അഹ്ലിഹി, ഒരു മനുഷ്യൻ അവന്റെ കുടുംബത്തിന് വേണ്ടി ചെലവിടുന്ന ഏതൊരു ചെലവും യഹ്തസിബുഹ, അതുകൊണ്ട് അവൻ അള്ളാഹുവിന്റെ പ്രീതിയെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി പൂർത്തീകരിക്കാനാണ് അവൻ ലക്ഷ്യമാക്കുന്നത് എങ്കിൽ അതെന്റെ കടമയാണെന്ന് മനസ്സിലാക്കി, അള്ളാഹുവിനോടുള്ള ബാധ്യതയാണല്ലോ എന്ന് മനസ്സിലാക്കി, ആ ഒരു ചിന്തയിലാണ് ആ കുടുംബത്തിന് വേണ്ടി അവൻ പ്രയാസപ്പെടുന്നത്, അധ്വാനിക്കുന്നതെങ്കിൽ ഫഹിയ ലഹു സ്വദഖ, അവന്റെ ഓരോ ചിലവിടലും അവന് സ്വദഖയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഒട്ടനവധി ഹദീസുകൾ കാണാം. മാ അകല അഹദുൻ തുആമൻ ഖത് ഖൈറ, അല്ലാഹു റസൂൽ പറയാൻ, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, അവന്റെ കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഏതു ഭക്ഷണമാണ് അതാണ് അവന് കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം അധ്വാനിച്ച് സ്വന്തം കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ നാണയത്തൊട്ടും ഓരോ ഭക്ഷണവും ഓരോ ഉരുളയുമാണ് അവൻ കഴിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, മാ ബഅസല്ലാഹു നബിയ, ഏതൊരു പ്രവാചകന്റെ ചരിത്രം പഠിച്ചാലും ഏതൊരു പ്രവാചകനും അവർ സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചിരുന്നു എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അനുചരന്മാരിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വ അൻത യാ റസൂലല്ലാഹ്, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ എല്ലാവരും സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചു ഭക്ഷിച്ചു എന്നാണെങ്കിൽ വ അൻത യാ റസൂലല്ലാഹ്, നബി അങ്ങയുടെ കാര്യം എങ്ങനെയാണ്? നബിസങ്ങൾ പറയാൻ, ഞാനും അങ്ങനെ കച്ചവടത്തിലായി എൻ്റെ കരങ്ങൾ കൊണ്ട് അധ്വാനിക്കുന്നു സ്വഹാബ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.